എല്ലാ മച്ചന്മാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിം കമ്മിറ്റി. ഇപ്പം മച്ചൻ വരുന്നത് ഇന്ന് നമ്മളെ ആസ്ട്രോണംസി കരിയർ മോഡ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ 3ാം സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ വേഗം മാച്ച് തീർക്കാൻ, എത്ര വേഗം സീസൺ തീർക്കാൻ കഴിയും അത്ര വേഗം തീർക്കാൻ നോക്കാം മച്ചന്മാരെ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ് മച്ചന്മാരെ. 100 സബ്സ്ക്രൈബേഴ്സാണ് പോയിട്ട്. അപ്പം ഫസ്റ്റ് അവരെ ഒരു ഗോൾ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇത് ഗോളാക്കാൻ. മാക്സിമനെ ഗോളിയുടെ മികച്ചൊരു സേവാണ്. അപ്പം മാക്സിമം നമ്മൾ സപ്പോർട്ടാക്കാൻ വെച്ചാൽ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് 15 സബ് മറ്റും വേണം. 15, 20, 25 സബ് മറ്റും വേണം വെച്ചാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക മറ്റേ നമുക്ക് കളിയിലേക്ക് വരാം. അപ്പം 39-ാം മിനിറ്റ് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് മറ്റേ ഗിയയുടെ ഗോൾ ഗിയ അങ്ങനെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം 2-1 അടിക്കുകയാണ്. അവന് 2 അടിച്ചിട്ടുണ്ട് വെച്ചാൽ വീണ്ടും അവർക്കൊരു ചാൻസ് ഇതും കൂടി അടിച്ചോ. നല്ല ഡിഫെൻഡിങ്, ഗുഡ് ഡിഫെൻഡിങ്. ഫസ്റ്റ് ഹാഫിൽ അവരൊരു ഗോളിന് ലീഡിലെത്തി നിൽക്കുകയാണ് വെച്ചാൽ നമുക്ക് അടിക്കും ടൈം കിട്ടിയാലും നമ്മൾ 2 ഗോൾ അടിക്കുന്നതായിരിക്കും. 65 മിനിറ്റായി. 63-ാം മിനിറ്റിൽ അവർക്കൊരു ചാൻസ് വെച്ചാൽ ഇത് മിക്കവാറും അവർ സ്കോർ ചെയ്യുന്ന മാതിരിയുണ്ട്. നമ്മൾ ഡിഫെൻഡിങ് കുറച്ച് സീനായതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡിഫെൻഡിങ് നല്ല സ്ട്രെയിൻ പക്ഷേ ഗോളായിരിക്കുകയാണ്. 3-1 ആയിരിക്കുകയാണ് ഉച്ചമണി. നമ്മൾ ആരെ മാറ്റം ഉമറിനെ മാറ്റി DMFനെ കൊണ്ടുവന്നാലോ നോക്കട്ടെ മച്ചവനെ. മിനിറ്റ് മച്ചവനെ എല്ലാം മാറ്റി കഴിഞ്ഞ് വരാം മച്ചവനെ. മച്ചവനെ ഏകദേശം എല്ലാം സെറ്റായി തോന്നുന്നു. ഇനി കളിച്ചു നോക്കാം മച്ചവനെ. 28 മിനിറ്റും കഴിഞ്ഞ് മച്ചവനെ. 83-ാം മിനിറ്റിൽ ചാൻസ് കിട്ടിന് മച്ചവനെ. ഇത് ഈ ചാൻസും കൂടി കിട്ടിയ സ്കോർ ചെയ്ത ഗോളാണ് മച്ച. ഗോൾ അടിച്ചിരിക്കുകയാണ് മച്ചവനെ. സാംസണിൻ്റെ ഗോളാണ് മച്ചവനെ. 89-ാം മിനിറ്റ് ആയിരിക്കുകയാണ്. ഒരു ഗോളിന് തോറ്റിരിക്കുകയാണ് മച്ചവനെ. ഞങ്ങളങ്ങനെ ഒരു ഗോളിന് തോറ്റിരിക്കുകയാണ് മച്ചവനെ. സാറിന് പ്രശ്നമൊന്നും സീനൊന്നും ഇല്ല മച്ചവനെ. അപ്പം മച്ചവനെ നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ട ഒരു ഗോൾ കീപ്പറിനെ. അപ്പോൾ നമുക്ക് ഗോൾ കീപ്പറിനെ കിട്ടുമോ നോക്കാം മച്ചവനെ. ഒരു 60-65 ആയിട്ടുള്ള ഗോൾ കീപ്പറിനെ കിട്ടുമോ നോക്കാം മച്ചവനെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗോളിനെ കിട്ടിയാൽ നല്ലതായിരിക്കും മച്ചമ്മനെ. ഇപ്പോഴുള്ള ഗോളി വലിയ സേവൊന്നുമില്ല. നമുക്ക് 2 ഗോളിന് കിട്ടിയതിന് ശേഷം കാണാൻ മച്ചമ്മനെ. കുറേ ഗോൾ കീപ്പറിന് ഓഫർ കൊടുത്തു മച്ചമ്മനെ. ആരും അപ്സെറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഗോൾ കീപ്പർ അപ്സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ജോസഫ് അങ്ങനെ എന്തോ പേര് തോന്നുന്നു. ആ ഗോളി എന്തായാലും നമ്മളെ ടീമിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കളിയിൽ തന്നെ അവസരം കൊടുത്തിരിക്കുകയാണ് മച്ചവനെ ആ ഗോളിക്ക്. ഈ കളി ജയിച്ചാൽ നല്ല സേവൊക്കെ വിട്ടാൽ ഇനിയുള്ള എപ്പിസോഡിൽ ഈ ഗോളിനെ കാണാൻ മച്ചവനെ. നമ്മളെ ടീമിന് കാണാൻ മച്ചവനെ. ഇല്ലെങ്കിൽ ബെഞ്ചിലടങ്ങനെ ഉണ്ടാകും മച്ചവനെ. മറ്റു ഗോളി കുറച്ചൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ സേവ് ചെയ്ത് ക്യാച്ച് പിടിക്കാത്ത അത് മാത്രമേ സീനുള്ളൂ. ബാക്കിയൊന്നും പ്രശ്നമില്ല മച്ചവനെ. അതായത് നമുക്ക് കളിയിലേക്ക് തിരിച്ചു തരാൻ മച്ചവനെ. ഒരു 40-ാം മിനിറ്റ് നമുക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടി. നമ്മൾ ബ്ലാക്ക് ജേഴ്സിയാണ് ഈ സീസണിൽ വലിയ ജേഴ്സി ഇതൊന്നും ഇല്ല ഇതാക്കാനുള്ള പൈസ ഇല്ല മച്ചവനെ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിക്കുട്ടി ഒരു ജേഴ്സി ഒപ്പിച്ചത്. നമുക്കൊരു യെല്ലോ കാർഡ് കിട്ടിയെന്നാണ് തോന്നുന്നു മച്ചവൻ. എന്തായാലും സെക്കൻഡ് ഹാഫ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു നല്ല ചാൻസ്. ഉമർ ഒരു ഔട്ട് സൈഡ് ബോൾ അടിച്ചിരിക്കുകയാണെങ്കിൽ മച്ചവനെ ഔട്ട് സൈഡ് കൊണ്ടൊരു ഷോട്ട് അങ്ങനെ വലയിലൊക്കെ എത്തിയിരിക്കുകയാണ് മച്ചവനെ. 1-0 നല്ലൊരു ഗോളായിരുന്നത്. അപ്പം ആസ്ട്രോണംസിക്ക് വീണ്ടും ഒരു ചാൻസ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഒരു ചാൻസ്. ഗിയയുടെ ബാക്ക് ഹിപ്പ്. നല്ലൊരു ഗോൾ. ഒരു ചാൻസും കൊടുക്കാത്ത മികച്ച ഡിഫൻഡർമാരുടെ ഇടയിൽ കൂടി നല്ലൊരു ഗോൾ അടിച്ചിരിക്കുകയാണ് മച്ചവന്. 2 ഡിഫൻഡർ ഒരു ഗോളി. ഒരാൾക്കും ചാൻസ് ഇട്ടാൽ നല്ല ടോപ്പ് കോർണറിനൊക്കെ അടിച്ചിരിക്കുകയാണ് മച്ചവന്. 61-ാം മിനിറ്റിൽ അവർക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് മച്ചമ്മനെ.
അവർ ഇതൊരു ഗോളാണ്, ഗോളിയുടെ മിസ്റ്റേക്ക് കയറി വന്നത്. സാരമില്ല മച്ചവനെ, ഫസ്റ്റ് കളി കൊണ്ട് ക്ഷമിക്കാം. എന്തായാലും 74-ാം മിനിറ്റിൽ വീണ്ടും അവർക്ക് ഒരു ചാൻസ്. ഇതെങ്കിലും സേവ് ചെയ്യണം മോനെ. നമ്മൾ അടിക്കുന്ന എല്ലാം ഗോളി കിട്ടും അങ്ങനെ തന്നെയാണ് മച്ചവന്. നല്ല ഡിഫെൻഡിങ് ഉമ്മ. നമുക്ക് നോക്കാം മച്ചവനെ കളി ജയിക്കുന്നു. 84-ാം മിനിറ്റിൽ വീണ്ടും ഒരു ചാൻസ്. അത് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. പോസ്റ്റിനിരിക്കുന്നു. വീണ്ടും ഉമ്മറിൻ്റെ ഒരു വണ്ടർഫുൾ ഷോട്ട്. അത് ഗോളി സേവ് ചെയ്തുകൊണ്ട് ഗോളതിന് വെച്ചാൽ എന്തായാലും വെച്ചാൽ നമുക്ക് കളി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം വെച്ചവന് അങ്ങനെ വെച്ചവൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വെച്ചവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.